എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം ഇത്ര രൂക്ഷമായി ഇതിനോട് പ്രതികരിക്കുന്നത്? എന്താണ് ഇത്? എന്ത് ഇമ്പാക്റ്റാണ് ഇത് സഭയുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത്? ആരെയാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സർക്കാർ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാനുള്ളത്. ഫാദർ, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു തീരുമാനത്തെ, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ വിലയിരുത്താൻ കഴിയുന്നത്? കാരണം കൃത്യമായി നേരത്തെ തന്നെ ഇതുപോലെ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്ന ഒരുപാട് സംഘടനകളടക്കമുള്ള അക്കൗണ്ടുകളടക്കമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതേ ഇത് നിയമമടക്കം കൊണ്ടുവന്ന് ഇതിനെ പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്കിതിനെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? എത്രത്തോളം ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത്? എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം ഇതിനോട് ഇത്രയും രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? രണ്ട് കാര്യം കൊണ്ടാണ് ഇത് വളരെ ഗൗരവമായ രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പൊ KCBC ആണേലും CBCI ആണേലും വളരെ ഗൗരവമായി അഭിനന്ദ പിതാക്കന്മാരൊക്കെ ഈ കാര്യത്തിൽ സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, FCRAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളും ഇതര സഭകളും പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന നിയമത്തിനനുസരിച്ച് നിയമാനുസൃതമായ രീതിയിൽ മാത്രം കൃത്യമായിട്ടുള്ള രീതിയിൽ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്ന എല്ലാ ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തെ ഒരു കാലത്ത് വരുമ്പോൾ FCRAയുടെ അക്കൗണ്ടുകൾ പുതുക്കി കൊടുക്കാതെയോ അതിന്റെ ലൈസൻസ് കട്ട് ചെയ്തോ ഒക്കെ ചെയ്യുന്ന വളരെ നിസ്സാരമായ കാര്യത്തിന്റെ പേരിലാണ് അത്തരം കാര്യങ്ങൾ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും ആ രീതിയിൽ ആ അക്കൗണ്ടുകളിൽ വരുത്തിയിരുന്ന ഒരു മാൽ പ്രാക്ടീസിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ FCRAയുടെ അക്കൗണ്ടിൽ ഒരു ഫണ്ട് വരുന്നു. ആ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി വന്നിരിക്കുന്ന ഒരു ഫണ്ടാണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അകത്ത് കുറെ നോംസ് അത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഓഡിറ്റർ ആ ബിൽഡിംഗ് പർപ്പസ്, ചിലപ്പോൾ ഒരു റിലീജിയസ് പർപ്പസ് ആയിരിക്കും, ഇല്ല സോഷ്യൽ പർപ്പസ് ആയിരിക്കും, ഇല്ല മറ്റേതെങ്കിലും ഒരു പർപ്പസ് ആയിരിക്കും. അപ്പൊ റിലീജിയസ് പർപ്പസ് എന്നുള്ളതിന്റെ കോളത്തിൽ സോഷ്യൽ പർപ്പസ് എന്ന് എഴുതി പോയിട്ടുണ്ടെങ്കിൽ അവിടെ അത് ക്യാൻസൽ ആകുകയാണ്. ആ അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്യും, ഫ്രീസ് ചെയ്യും, പിന്നെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെയാവും. ഒരു ചെറിയ ഒരു ക്ലറിക്കൽ എറർ കൊണ്ട് പോലും ഈ FCRAയുടെ അക്കൗണ്ടുകൾ പല സ്ഥാപനങ്ങൾക്കും നഷ്ടപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുതിയ ബില്ലനുസരിച്ച് എന്താ പറയുക, അങ്ങനെ FCRAയുടെ അക്കൗണ്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അക്കൗണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്യുകയും ആ എമൗണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും സ്ഥാപനങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ഈ ബില്ല് അത്തരത്തിലുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് അടുത്തൊരു കാര്യം അഭിയന്ത പിതാക്കന്മാർ വളരെ ഗൗരവമായിട്ട് പറയാൻ കാരണം, പലപ്പോഴും ഈ FCRAയുടെ അക്കൗണ്ട് ത്രൂ നമ്മൾ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വിപുലമായ രീതിയിലുള്ള ഈ സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അത് ഏത് രീതിയിലാണേലും, ഉദാഹരണത്തിന് വളരെ സാധുക്കളായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്ന പല പദ്ധതികളുമുണ്ട് അതിൻ്റെ അകത്ത്, ഇല്ലെങ്കിൽ കർഷകരെ സഹായിക്കുന്ന പദ്ധതികളുണ്ട്, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ ആ എമൗണ്ട് മുഴുവനും ഈ അതിൽ FCRAയുടെ അക്കൗണ്ടിൽ പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും, വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾ ഉണ്ടാകും. പക്ഷെ ആ എമൗണ്ട് മുഴുവനും അവിടെ ഉപയോഗിക്കുന്ന ആ പ്രൊജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എമൗണ്ട് മുഴുവനും FCRAയുടെ എമൗണ്ട് അല്ല. ഏതൊരു പ്രൊജക്റ്റ് ആയാലും, ഇപ്പൊ ഒരു രൂപതയാണ് നടത്തുന്നതെങ്കിൽ ആ രൂപതയുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആ രൂപതയിൽപ്പെട്ട അംഗങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്, രൂപതയിലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോൺട്രിബ്യൂഷൻ കൊണ്ടുമാണ് ഈ പറഞ്ഞൊരു കാര്യം നടക്കുക. പ്രത്യേകിച്ച് രൂപതകളൊക്കെ നടത്തുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും FCRA അക്കൗണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് അതാത് പ്രദേശത്തെ സഭകളിൽ നിന്നുള്ളതാ. അതൊരു പക്ഷെ ഇടവകയാകാം, അല്ലെ രൂപതയാകാം, രൂപതയുടെ മറ്റ് സംവിധാനങ്ങളാകാം. അതുപോലെ തന്നെ ഓരോ രൂപതയിലും 100 കണക്കിന് വൈദികരുണ്ട്. ആ വൈദികരെല്ലാം നൽകുന്ന സേവനം എന്ന് പറയുന്നത് സൗജന്യ സേവനമാണ്. 100 കണക്കിന് സന്യസ്തരുണ്ട്, അവരെല്ലാം കൊടുക്കുന്ന സേവനം എന്ന് പറയുന്നത് സൗജന്യ സേവനമാണ്. ഇപ്പോ ഗവൺമെന്റ് സാലറി മേടിക്കുന്ന ഒരുപാട് സന്യസ്തരായിട്ടുള്ള, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ പോലെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷെ ആ പ്രതിഫലം എന്താ ചെയ്യുന്നത്? ഇതുപോലെയുള്ള പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ പ്രൊജക്ടുകളിൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ പ്രൊജക്ടുകളെ സപ്പോർട്ട് ചെയ്യാൻ FCRAയുടെ എമൗണ്ടും അവർ റിസീവ് ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്ന് ആ നിയമം വളരെ കാർക്കശ്യത്തോടുകൂടി നടപ്പാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ സതുദ്ദേശത്തോടു കൂടി ചെയ്ത ഒരുപാട് നന്മ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയും അത്തരം പ്രവർത്തനത്തിനെ തമസ്കരിക്കുകയും അത്തരം പ്രവർത്തനത്തെ കാണാതെ പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം ഒരു കാര്യം വന്ന് ഇതിനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ ഇവിടെയുള്ള സഭകൾ, അത് ക്രൈസ്തവ സഭയാണേലും ഇതര സഭകളാണേലും, അവരൊക്കെ നിയമവിരുദ്ധമായ രീതിയിൽ എമൗണ്ട് കൊണ്ടുവരികയും നിയമവിരുദ്ധമായ രീതിയിൽ അത് നടപ്പാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഏതൊരാളുകളാണെങ്കിലും വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടൊക്കെ ഈ വിദേശത്ത് എങ്ങനെയാ ഫണ്ട് ഉണ്ടാകുന്നത്? അവിടെയുള്ള മനുഷ്യരുടെ സുമനസ്സുകളായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു സംഭാവനയായി കൊടുക്കുന്ന ഒരു ഫണ്ടാണ്, അല്ലാതെ ഇത് മറ്റൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ വിദേശ ഫണ്ട് സ്വീകരിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ക്രിസ്തീയ സഭകളുടെ വിദേശ ഫണ്ടുകളൊക്കെ സ്വീകരിച്ചിട്ട് ഈ നാടിനെ വളർത്തുവാനും നാടിന്റെ നന്മകളെ നട്ടുനനയ്ക്കുവാനും നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാട്ടിൽ ആതുരാലയങ്ങളും നാട്ടിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പലരും ആരോപിക്കുന്നത് പോലെ ഇവിടെ മനുഷ്യരെ മതം മാറ്റാൻ വേണ്ടി ഒരു കത്തോലിക്ക സഭയും അതിന്റെ സംവിധാനങ്ങളും ഒരു രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല. കാശ് കൊടുത്ത് മനുഷ്യരെ മതം മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ കത്തോലിക്ക സഭ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനത്തിലൂടെയോ ഏതെങ്കിലും രീതിയിലുള്ള പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ടോ ഒരു മനുഷ്യനെയും മതം മാറ്റുന്നതിന് കത്തോലിക്ക സഭ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സഭയിൽ ആരെ കൊണ്ടും നടത്തിക്കാനായിട്ട് സഭ അനുവദിക്കുന്നില്ല എന്നും കൂടി അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കർശനമായിട്ട് അത്തരം ഏതെങ്കിലും ഒരു പ്രവണതകൾ, അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകമാനം അത്തരം പ്രവണതകളെ സഭ എല്ലാ കാലത്തും നിരോധിച്ചിട്ടുണ്ട്, നിരാകരിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് രാജ്യത്ത് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ പഠിക്കാതെ വിശകലനം ചെയ്യാതെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നിയമം കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ സാധാരണ മനുഷ്യരെ, നന്മയായ പ്രവർത്തനങ്ങളെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ അങ്ങനെ തന്നെ തമസ്കരിക്കുകയും അതിനെ ഇത്രയും കാലം നമ്മൾ പലരും ചെയ്തിരുന്ന ഈ നല്ല കാര്യങ്ങൾക്കൊക്കെ, അതായത് ഒരു ഭീകര മുഖം നൽകുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ല എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ്. അതുകൊണ്ടാണ് ആ ഒരു ആത്മാർത്ഥത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണാത്തത് കൊണ്ടും ഗവൺമെന്റ് സംശയത്തോടെ ഒരു വിഭാഗത്തെ നോക്കാനായിട്ട് ഇത്തരം നിയമനിർമ്മാണങ്ങളിലൂടെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടുമാണ് അഭിയന്തി പിതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ വളരെ രൂക്ഷമായ രീതിയിൽ ഈ കാര്യത്തോട് പ്രതികരിക്കുന്നത്.